ومن أخلاقهم رضي الله عنهم മഹാരഥന്മാരായ സ്വാലിഹീങ്ങളായ സൂഫിയാക്കളുടെ സ്വഭാവത്തിൽപ്പെട്ടതാണ് എന്ത്? കസ്റത്തുൽ ഹുസ്നി വൽ ഹം, അല്ലെങ്കിൽ ഹസനി വൽ ഹം, മനദുഃഖം മനപ്രയാസം അധികരിക്കുക. എന്ത് കാര്യം ഓർക്കുമ്പോഴാണ് ഈ മനദുഃഖം മനപ്രയാസം വിഷമമൊക്കെ അധികരിച്ചു വരുന്നത്? കുല്ലമാ തദക്കുറുൽ മൗത വസക്കറാത്തി, മരണത്തെയും മരണത്തിന്റെ ഭീകരാവസ്ഥകളുണ്ട്, സക്കറാത്തിന്റെ ഹാല്, അതിനെയും ഖൗഫ സൂഇൽ ഖാത്തിമ, അവസാനം മരിക്കുമ്പോൾ ചീത്തയായി മരിക്കുമോ എന്ന ഭയവും, ഇതെല്ലാം ഓർത്തുകൊണ്ടിരിക്കുമ്പോൾ അവിടെ മനസ്സിൽ ശാന്തിയില്ല, സമാധാനമില്ല, ദുഃഖങ്ങൾ തളം കെട്ടുന്നു. പ്രയാസങ്ങളെ കൊണ്ട് ഹൃദയം ആകെ മൂടിപ്പൊടിയുന്നു. എത്രത്തോളം എന്ന് വെച്ചാൽ വേദന കൊണ്ട്, കഠിനം കൊണ്ട് വേദനയുടെ കാഠിന്യം വരും. മനസ്സിന്റെ അകത്ത് ദുഃഖം കൂടുമ്പോഴും പിന്നെ മുഷിപ്പ് കൂടുമ്പോഴും വേദന കൂടി വരും. ആ വേദന കൂടുമ്പോൾ ആ വേദന കൂടിയ കാഠിന്യത്താൽ അവിടെ ബുദ്ധികൾ തന്നെ നീങ്ങിപ്പോകും, അബോധാവസ്ഥ വരികയാണ്. ഈ ഒരു അവസ്ഥയാണ് മഹാന്മാർക്കുള്ളത് മരണത്തെ കുറിച്ച് ചിന്തിക്കുമ്പോൾ. വഖദ് കാന കഅബുൽ അഹ്ബാർ, ചരിത്രകാരനായിരിക്കുന്ന കഅബുൽ അഹ്ബാർ തങ്ങള് യഖൂലു പറയാറുണ്ടായിരുന്നു എന്ത്? ലമ്മ അത്തൽ ബഷീർ ഇലാ യാഖൂബ് അലൈഹിസ്സലാം, യാഖൂബ് നബി അലൈഹിസ്സലാമിന്റെ അടുത്തേക്ക് ഒരു സന്തോഷ വാർത്ത അറിയിക്കുന്ന ആൾ വന്നപ്പോ ഖാല യാഖൂബ്, മഹാനായ യാഖൂബ് നബി അലൈഹിസ്സലാം പറഞ്ഞൊരു വാക്ക് എന്താണ്? മാ ഇന്ദി ശൈഉൻ നുകാഫിഉക ബിഹി, മനുഷ്യ, താങ്കൾ എനിക്ക് നൽകിയ സന്തോഷത്തിന് പകരം വെക്കാൻ എന്റെ അടുത്തൊന്നുമില്ലല്ലോ. എന്നിട്ട് അവസാനം യാഖൂബ് നബി അലൈഹി സ്വലാം കൊടുത്ത സമ്മാനം എന്താ അറിയാം? അതാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത്. വലാകിൻ ഹവ്വനല്ലാഹു അലൈക സക്കറാത്തുൽ മൗത്ത്, താങ്കൾ മരിക്കുന്ന സമയത്ത് സക്കറാത്തിന്റെ ഹാലുണ്ട്, ഭയങ്കര ഗൗരവമാണ്. ആ സക്കറാത്ത് അങ്ങയുടെ മേല് അള്ളാഹു തആല നിസാരമാക്കി തരട്ടെ എന്ന് യാഖൂബ് നബി അലൈഹി സ്വലാം പ്രാർത്ഥിക്കുകയാണ് ചെയ്തത്. അപ്പൊ അവരൊക്കെ മരണത്തെ കുറിച്ച് ചിന്തിക്കുകയും മരണത്തിന്റെ ലഘൂകരണത്തിന് വേണ്ടി പ്രാർത്ഥിക്കുകയുമാണ് ചെയ്തിട്ടുള്ളത്. അവരുടെ ചിന്ത അങ്ങനെയാണ്. ഇത് പറഞ്ഞതിന് ശേഷം ഷഹറാനി ഇമാം പറയുന്നു, ഖുൽതു, ഞാൻ പറയുന്നു, ഖദ് തഖദ്ദമ അൻ ബഅദിഹിം, ചില ആളുകളെ തൊട്ട് മുൻകഴിഞ്ഞു പോയി. എന്ത്? അന്നഹും കാന യഖൂലു, അവരൊക്കെ പറയാറുണ്ടായിരുന്നത്രേ എന്ത്? ലഅല്ലി അക്റഹു തഖദീബ തുലൂഇ റൂഹി, എന്റെ റൂഹ് ഇങ്ങോട്ട് വെളിപ്പെടുക എന്നുള്ള ലഘുവാക്കെല്ലാം ഞാൻ വെറുക്കുകയാണ്. റൂഹ് പുറത്തേക്ക് പോകും, ഞാൻ മരിക്കുമ്പോ ആ റൂഹ് ലഘുവായി പോകുകയല്ല വേണ്ടത്. പിന്നെന്താ? ഇന്നമാ ഉഹിബ്ബു തശ്ദീദ, അത് വളരെ ഗൗരവമാക്കലിനെ ഞാൻ ഇഷ്ടപ്പെടുകയാണ്. നല്ല ഗൗരവം തന്നെ പോകണം, ലഘുവായി പോരാപ്പോ. എന്താ കാരണം? ലി അന്നഹു, ആ റൂഹ് പുറത്തു പോകുക എന്നുള്ളത് ആഖിറു അമലി യുസാബു അലൈഹിൽ മുഅ്മിനൂൻ, മോമിനീങ്ങളായ ഒരു മനുഷ്യനാണെങ്കിൽ ആ മോമിന്റെ മേൽ പ്രതിഫലം നൽകപ്പെടുന്ന അവസാനത്തെ അമൽ അതല്ലേ? അപ്പൊ അതുകൊണ്ട് നല്ല ഗൗരവം തന്നെ വേണം. അവിടെ ക്ഷമിച്ചാൽ കൂലിയുണ്ടല്ലോ, അത് കിട്ടണം എന്നാണ് ചില ആൾക്കാരൊക്കെ പ്രാർത്ഥിച്ചിരുന്നതാണ്. അപ്പൊ വമാഹുനാവി ഹക്കിമൻ യഖാഫു അലൈഹി സഖത്ത് ഇദാ ശദ്ദദല്ലാഹു അലൈഹി വല്ലാഹു അഅലം, അള്ളാഹു ഒരു മനുഷ്യന്റെ മേൽ ശക്തി കൂട്ടുകയാണെങ്കിൽ, ഗൗരവപ്പെടുത്തുകയാണെങ്കിൽ, അവന്റെ മേൽ ദേഷ്യത്തെ അവൻ വഴക്കുകയാണ്, ആ ഭയം ഉള്ളവരവരുടെ ഹക്കിൽ ഇവിടെ എന്താ ഉള്ളത്? ഒന്നുമില്ല. എപ്പോഴും മനസ്സിന്റെ അകത്തളത്തിൽ അള്ളാഹിനെ കുറിച്ചുള്ള ചിന്ത, മരണത്തെ കുറിച്ചുള്ള ചിന്ത, പേടി, വേവലാതി, മുഷിപ്പും ദുഃഖമൊക്കെയാണ് ഉള്ളത്. വക്കാന യഖൂലു, അങ്ങനെ പറയട്ടെ, കഅബ് റളിയല്ലാഹു തആല തന്നെ ഉദ്ധരിക്കാം, മസറുൽ മൗതി കശജറത്തി ശൗകി ഉദ്ഖലത് ഫീ ജൗഫി ബനി ആദമ فأخذت كل شوكة بأرق ثم اجتذبها رجل شديد الجذب فقطع ما قطع وأبقى ما أبقى. മഹാൻ പറയുന്നത് എന്താണെന്നറിയാമോ? ഒരു മരണം, ഈ മരണത്തെ നമുക്ക് ഉപമിക്കാം, ഒരു മുള്ളുള്ള മരത്തിനോട് ഉപമിക്കാം. ആ മുള്ളുള്ള മരത്തിനോട് ഉപമിക്കുന്നത് എന്തിനാ? മുള്ളുകളെല്ലാം ഒരു മനുഷ്യന്റെ ഉള്ളിലേക്ക് അങ്ങ് തറച്ചു കയറി, അങ്ങനെ മുള്ളുകൾ പിടിക്കേണ്ട ഭാഗം ഞരമ്പും എല്ലാം പിടിച്ചെത്തിക്കഴിഞ്ഞു. അത്രത്തോളം ഉള്ളിലേക്ക് മുള്ളു കയറ്റി വിട്ടു. എന്നിട്ട് നല്ലോണം വലിക്കാൻ കഴിവുള്ള ശക്തിയുള്ളൊരു മനുഷ്യൻ ആ മുള്ള് കൊണ്ട് വലിച്ചെടുക്കുകയാണ്. ആ മനുഷ്യൻ മുള്ളു വലിക്കുകയാണ്.
അങ്ങനെ മുള്ളു വലിക്കുമ്പോൾ മുറിക്കുന്ന ഭാഗമൊക്കെ മുള്ളു മുറിച്ചിങ്ങനെ പോരും, അവിടെ അവശേഷിക്കുന്ന ഭാഗമൊക്കെ അവിടെ അവശേഷിക്കുകയും ചെയ്യും. ഇതൊന്ന് ആലോചിച്ച് നോക്കുകയാണെങ്കിൽ മുള്ളു ശരീരം തറച്ചിട്ട് വലിച്ച എങ്ങനെ ഉണ്ടാകും എന്നതുപോലെയാണ് മരണം എന്ന് അനുഭവിച്ചത്. എന്നാ വക്കാന സൽമാൻ ഫാരിസി റളിയല്ലാഹു തആല അൻഹു യഖൂൽ, സൽമാൻ ഫാരിസിന്റെ മൊഴി നോക്കുകയാണെങ്കിൽ നല്ല മനുഷ്യൻ മരിക്കുന്ന രീതി, ദുഷിച്ച മനുഷ്യൻ മരിക്കുന്ന രീതിയിൽ അടയാളങ്ങളുണ്ട്. ഇദാ റശക ജബീൽ മുഅ്മിനി ഇൻദൽ മൗതി വദറഫത് ഐനാഹു വന്തശറ മൻഖറാഹു ഫഹുവ ബിറഹ്മത്തില്ലാഹി ഖദ് നസല. മുഅ്മിനായ ഒരു മനുഷ്യൻ മരണം സമയം സംഭവിക്കുന്ന സമയം അവന്റെ നെറ്റിത്തടങ്ങനെ ഉയർക്കും. മാത്രമല്ല കണ്ണുനീരിങ്ങനെ ഒഴുകിക്കൊണ്ടേയിരിക്കും, അവന്റെ മൂക്കും കൊണ്ട് വികസിച്ചുകൊണ്ടിരിക്കും. ഇത് മൂന്നും കണ്ടാൽ മനസ്സിലാക്കാം എന്ത്, അല്ലാഹു തആല റഹ്മത്ത് അവൻ ഇറങ്ങി, ആ റഹ്മത്തിലാണ് അവനുള്ളത്. അള്ളാഹു നമുക്ക് അങ്ങനെ നൽകുമാറാവട്ടെ. വൈദാ വതീതൽ മഖ്ലൂഖ് വഖമദ ലൗനു വസബദത് ശഫതാഹു വഹുവ ഫീ അദാബില്ലാഹ് എന്ന ഒരു മനുഷ്യൻ മരിക്കുകയാണ് എങ്കിൽ കഴുത്തിൽ കുടുക്കിയത് കയറിട്ട് വലിച്ചാൽ എന്നിട്ട് മുക്കറിട്ട് വലിക്കൂലേ, അങ്ങനെ മരിക്കുകയാണ് എങ്കിൽ, നിറവ്യത്യാസം സംഭവിക്കുകയാണ് എങ്കിൽ, രണ്ട് ചുണ്ടുകൾ തമ്മിലും ആകെ നിരവധി നിൽക്കുകയാണ് എങ്കിൽ അള്ളാഹുവിന്റെ അദാബ് അവൻ ഇറങ്ങിയിട്ടുണ്ട് എന്നാണ് മനസ്സിലാക്കേണ്ടത്. അതിലാണ് അവൻ നഅൂദു ബില്ലാഹ്. ഇങ്ങനെയാണ് ഓരോരുത്തരും മരണത്തെ കുറിച്ച് നിരൂപിക്കുന്നത്. എന്ന വാക്കാൽ ഹസൻ ബസർ റളിയല്ലാഹു തആല അൻഹു, മഹാനായ ഹസൻ ബസരി തങ്ങൾ, ഇദാ ഹളറ ഖബ്ല റൂഹി അഹദി മിൻ ഇഖ്വാനിഹി, തന്റെ സഹോദരന്മാരിൽപ്പെട്ട ആരുടെയും ആത്മാനെ പിടിക്കുന്ന ആ സന്ദർഭത്തിൽ മഹാനവറുകൾ ആ സാന്നിധ്യം ഉണ്ടെങ്കിൽ യംകുസ് അയ്യാമൻ ലാ യദുഖു തുആമൻ വലാ ശറാബ ഇന്നമാ ഹുവൽ ബുകാഉ വൻ നജീബ്. മഹാനവറുകൾ കുറേ ദിവസങ്ങൾ മിണ്ടാതിരിക്കും, സംസാരിക്കൂല, അന്നമാനമൊന്നും തൊടൂല, രുചിക്കൂല, കുടിക്കൂല. ഒരുപാട് ദിവസങ്ങൾ അങ്ങനെ കഴിയും. വെറും കരച്ചിലുകളും ഏങ്ങലുകളും മാത്രമാണ് അവിടെ കേൾക്കുക എന്ന്. അത്രത്തോളം പേടിച്ചു പോയവരുടെ ഹസൻ ബസരി തങ്ങളൊക്കെ. എന്നവ കാലയക്കൂലു, മഹാൻ പറയുന്നു, സലാസത്തുല്ല യംബഇൽ മുഅ്മിനി അൻ യൻസാഹുന്ന അദ്ദുനിയ വതസ്റുമു അഹ്വാലിക വൽ മൗത്ത്. മഹാനവർക്ക് പറയുന്നു, മൂന്ന് കാര്യം ഒരു മുഅ്മിനായ മനുഷ്യന് മറക്കാൻ പറ്റില്ല എന്ന് ഓർക്കണം. ഒന്ന് ദുനിയാവാണ്, മറ്റൊന്ന് ദുനിയാവിന്റെ അവസ്ഥയൊക്കെ മുറിഞ്ഞ് തീർപ്പടമായി പോവുക, മറ്റൊന്ന് മരണം. ഈ മൂന്ന് കാര്യങ്ങളും മനുഷ്യൻ ഓർത്തുകൊണ്ടേയിരിക്കും, മറക്കാൻ പറ്റൂല, യോജിച്ചതല്ലാണ്. ഇതാണ് ഹസൻ ബസരി തങ്ങളുടെ കാഴ്ചപ്പാടെങ്കിൽ വക്കാന സുഫിയാനി സൗരി, മറ്റൊരു മഹാനാണ് സുഫിയാനി സൗരി. മഹാനവറുകൾ ഇദാ ദക്കറു ബൈന യദൈഹി അൽ മൗത, അദ്ദേഹത്തിന്റെ മുന്നിൽ വെച്ച് മരണത്തെ കുറിച്ച് തന്റെ സഹപാഠികൾ സംസാരിച്ചാൽ എന്താണ് മഹാന്റെ അവസ്ഥ അറിയോ? ലാ യന്തഫി ബി അഹദുൻ അയ്യാം, ഒരുപാട് ദിവസങ്ങൾ മഹാനായ സുഫിയാനി സൗരിയെ കൊണ്ട് ഒരാൾക്ക് ഉപകാരം എടുക്കാൻ കഴിയൂല. ആ നിലക്ക് മഹാനവറുകൾ അന്തം വിട്ടു നിൽക്കുന്നു. വൈദാ സഅലു അഹദുൻ അൻ ഷൈ, എന്തെങ്കിലും ഒരു കാര്യത്തെ കുറിച്ച് മഹാനോട് ആരെങ്കിലും ചോദിച്ചാൽ യഖൂലു, മഹാൻ പറയുക, ലാ അദിരി, എനിക്കൊന്നും അറിയൂല. ആ ഒരവസ്ഥയാണ് സുഫിയാനി സൗരി എന്ന് പറയുന്ന മഹാനുണ്ടാവുന്നത്. എന്നവക്കാണ് സഖീഖു സാഹിദ് എന്നറിയപ്പെടുന്ന സഖീഖയാവുന്ന മഹാനവറുകൾ യഖൂലു, മഹാൻ പറയുമായിരുന്നു, ഖദ് ഖാലഫൻ നാസ് ഫീ സുന്നത്തി ഉമൂറൻ, സുന്നത്തിന്റെ കാര്യത്തിൽ ഒരുപാട് കാര്യങ്ങളോട് ജനങ്ങൾ എതിരായി നിൽക്കുകയാണ്. അപ്പൊ ഖാലൂ, അവര് പറയുന്നു, ഇന്നല്ലാഹ തആല തകഫല ബി അർസാഖിന, നമുക്ക് ഭക്ഷണങ്ങൾ തരാമെന്ന് അള്ളാഹു തന്നെ ഏറ്റെടുത്തിട്ടുണ്ട്. സുമ്മലം തത്തുമ്മ ഇന്ന് ഖുലൂബുഹും, പക്ഷെ അവിടെ ഹൃദയം ശാന്തമല്ല. ഇല്ലാ ബിശൈഇൻ യജ്മഉനഹു ഇൻദഹും, അവരുടെ അടുക്കൽ അവർ ഒരുമിച്ച് കൂട്ടിവെച്ച പണമോ ധാന്യങ്ങളോ ഉണ്ടെങ്കിൽ അതുകൊണ്ട് മാത്രമേ അവർക്ക് ഹൃദയ സാധന ഉണ്ടാവുള്ളൂ. നേരെ മറിച്ച് അതൊന്നുമില്ലാതെ അള്ളാഹു നമുക്ക് ഭക്ഷണം നൽകി എന്ന് ജാമ്യം എന്ന് പറഞ്ഞ വാക്കോട് മിണ്ടാതെ കൂല, അവിടെ സമാധാനമില്ല, പറച്ചിൽ എല്ലാവർക്കും പറയും. ഉപക്കാലു, പിന്നെ ഒരു പറയാ, ഇന്നല്ലാഖിറത ഖൈറു മിനൽ ഊല, ഈ പ്രപഞ്ചത്തിനേക്കാളും ദുന്യാവിനേക്കാളും ഗുണകരം പാരത്രിക ലോകമായിരിക്കുന്ന ആഖിറമാണെന്ന് പറയും. പക്ഷേ തറാഹും യജ്മഉൽ മാല വലാ യുൻഫിഖൂനഹു, നിനക്ക് അവരെ കാണാൻ കഴിയുക, സമ്പത്തൊക്കെ അവർ വാരിക്കൂട്ടും, പക്ഷെ അതവർ ചെലവഴിക്കൂല, ഒരു കൂട്ടട വെക്കും.
ഏതുപോലെ നീ വെച്ചാൽ കൊണ്ടും യദുഖുലു ദുനിയ ഇല്ലാലി യഹ്മിലു ദുനൂബ. അത്തരത്തോ ഇവരാരും ദുന്യാവിലേക്ക് പ്രവേശിച്ചിട്ടില്ല, വന്നിട്ടില്ല, കുറെ പാപങ്ങൾ പേറിപ്പോകുവാൻ വേണ്ടി അല്ലാതെ എന്ന് തോന്നിപ്പോകും. ആ രൂപത്തിൽ അവരെ കാട്ടിക്കൂട്ടൽ ഉണ്ടാകുക. പറച്ചതല്ല പറച്ചില് പറയും, പക്ഷെ തെറ്റിന്റെ കൂമ്പാരമായി ഇങ്ങനെ നടക്കുമല്ലോ, അതിന് വന്ന മാതിരി ഉണ്ട്. ഇപ്പൊ കാലു ഇനി അവര് പറയും ലാ ബുദ്ധലനാമിനൽ മൗത്തി, മരിക്കാതില്ല കൂടാതെ കഴിയൂല, എല്ലാരും മരിക്കും, ഇപ്പൊ നമ്മളും മരിക്കുന്നവര് പറയും. പക്ഷെ മൗത്ത്, ഒരു മനുഷ്യൻ അവന്റെ ഹൃദയത്തിൽ മരിക്കാതിന് ചിന്തയില്ല. അങ്ങനെ മരണം എന്ന് പറഞ്ഞ ചിന്തയില്ലാത്തൊരു മനുഷ്യൻ കാട്ടിക്കൂട്ടുന്ന കർമ്മം എന്തൊക്കെയായിരിക്കും? അത്തരമൊരു കർമ്മമാണ് ഇവർ ചെയ്തുകൊണ്ടിരിക്കുക. മരിക്കാതിന്റെ കാര്യം ഉറപ്പാണ്, പക്ഷെ മരണത്തിന് വേണ്ടി ഒരിക്കലും തയ്യാറൊന്നുണ്ടാവില്ല. ഇതാണ് ഇവരുടെ അവസ്ഥ എന്ന് മഹാനവറുകൾ പറയുണ്ടായി. കാലു അല്ല വലമ്മ ഹലത്തിൽ വഫാത്തു അതാ സലമിയ, മഹാനായ സലമി ഗോത്രക്കാരായിരിക്കുന്ന അതാ തങ്ങൾക്ക് വഫാത്ത് അഥവാ മരണം സാന്നിധ്യമായപ്പോൾ നളറ ഇലാ സാബി, തന്റെ ശിഷ്യന്മാരെക്കുള്ള മഹാനത നോക്കി. വഹും യദൂനലഹുബിത്തഗ്വീർ, പക്ഷേ ശിഷ്യന്മാരെല്ലാവരും അതാതങ്ങൾക്ക് വേണ്ടിയിട്ട് ഒരു ലഘൂകരണത്തെ, നിസ്സാരതയെ തേടിക്കൊണ്ടിരിക്കുന്നു. മരണം ലഘുവാക്കി കൊടുക്കണേ, എളുപ്പമാക്കി കൊടുക്കണേ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കണം. ഫഖാല, അത് കണ്ടപ്പോൾ മഹാൻ ആ സമയത്ത് പറയാം, കുഫു അനിദ്വാൽ, നിങ്ങൾ പ്രാർത്ഥിക്കണ്ട, പ്രാർത്ഥനയെ തൊട്ട് നിങ്ങൾ എല്ലാവരും തടഞ്ഞു നിൽക്കണം, ഈ പ്രാർത്ഥിക്കരുത് എന്ന് പറഞ്ഞു. എന്നിട്ട് മഹാൻ പറയുന്ന സന്ദർഭത്തിൽ അള്ളാഹുവിനെ തന്നെയാണ് സത്യം, ഇന്നി അവധു, നിശ്ചയമായിട്ട് ഞാൻ ഇഷ്ടപ്പെടുന്നത് അന്ന റൂഹി, എന്റെ ആത്മാവ്, തസദ്ദദു ബൈന ലഹാത്തി വഹഞ്ചറത്തി ഇലാ യൗമിൽ ഖിയാമ, അന്ത്യനാള് വരെ എന്റെ തൊണ്ടക്കുഴിയിലും ചെറുനാക്കിലുമായി കൊണ്ടിങ്ങനെ പടച്ചുകൊണ്ടിരിക്കണം എന്റെ ആത്മാ, പുറത്തു പോകരുത്. ഇതാ ഞാൻ ഇഷ്ടപ്പെട്ടുകൊണ്ടിരിക്കുന്നത്. ഗവൺമെന്റ് ആയിക്കോട്ടെ. എന്തുകൊണ്ട്? മരണശേഷം ഞാൻ നേരിടാൻ പോകുന്നൊരു കാര്യമുണ്ട്, അതിനെ ഓർത്തുകൊണ്ട് എനിക്ക് പേടിയാണ്. ഉറപ്പായ മരിക്കണ്ട, പൂവ് തൊണ്ടക്കുയിൽ കടന്നിട്ട് അങ്ങനെ കളിക്കട്ടെ എന്നാണ് മഹാനവർ പറഞ്ഞത്. അവർക്ക് പേടിയാണത്. എന്നിട്ട് വക്കാലയ കോലോ, മഹാൻ പറയുന്ന ഒട്ടാതങ്ങള് മണ്ണറാതായി എല്ലുറയിലല്ലാറുണ്ട്, ഭൂമി ലോകത്തേക്ക് നോക്കാൻ ആർക്കെങ്കിലും ഉദ്ദേശമുണ്ടെങ്കിൽ ബായത അഖിലിക, ദുനിയാവിലുള്ള അഖിലികാരും കുടുംബത്തുക കഴിഞ്ഞ ശേഷം ഭൂമിയിലേക്ക് ആർക്കും നോക്കണമെന്ന് ഉദ്ദേശമുണ്ടെങ്കിൽ ഫൽ യൻദുർ ഇലാ മനാസിൽ ഹജ്ജാജ്, ഹാജിമാര് പോകുന്ന സ്ഥലം നോക്കാണ്, ഓലി ഇറങ്ങി താമസിക്കുന്ന സ്ഥലങ്ങളിലെ നോക്കുക. എപ്പോ ഹീന എർത്തഹിദൂന അൻകാൻ, അവര് ആ സ്ഥലം വിട്ട് യാത്ര ചെയ്യുമ്പോൾ ആ സ്ഥലം നോക്കാണ്. ഇപ്പൊ ഹാജിമാരെല്ലാവരും മക്കയിലേക്ക് പോവുകയാണ്. അങ്ങനെ ഇടത്തള താവളം ഉണ്ടാവർക്ക്, ആ താവളത്തിൽ അവർ അന്ത്യം ഇറങ്ങി. പിറ്റേന്ന് അവർ പോവുകയാണ് ആ പ്രദേശം ഒഴിവാക്കിക്കൊണ്ട്. ആ പ്രദേശത്ത് എന്തേലുണ്ടോ ഓലക്ക് ഇട്ടേച്ചു പോയില്ലേ എന്നതുപോലെയാണ് മരിക്കുമ്പോൾ നമ്മൾ ഇട്ടേച്ചു പോകുന്ന അർത്ഥം. അൻഷദാബുൽ അതാഹിയ, അതാഹിയ എന്ന് പറയുന്ന ഒരാൾ പാടിയിട്ടുണ്ട്. നഫിനാ വതബ്ഖൽ അർളു ബഅദക മിസ്ലി മാ യുബ്ഖിൽ മനാഹ വതർഖ യുബ്ഖൽ മനാഹ വതർഖ യർറുക്ബാനു. നഫ്ന, നമ്മൾ നശിക്കും. വതബ്ഖൽ അർളു, ഭൂമി ഇവിടെ ഉണ്ടാവും. ബഅദു, അതിന്റെ ശേഷം നമ്മൾ നശിച്ചു കഴിഞ്ഞാൽ ഭൂമി ഇവിടെ ഉണ്ട്. ഏതുപോലെ? കമിസ്ലി മാ യബ്ഖൽ മനാഹു, മുട്ടുകുത്തിയതായിരിക്കുന്ന ഒട്ടകം മുട്ടുകൂട്ടിയ സ്ഥലം അവിടെ അവശേഷിച്ചതുപോലെ. ഇപ്പൊ തെറുകൾ റുക്കുമാറും യാത്രക്കാർ അങ്ങനെ യാത്ര പോയില്ലേ, ഇവിടെ ഭൂമി മാത്രമല്ലേ ഉള്ളൂ എന്നതുപോലെ ആയിരിക്കുന്നു. ഇതൊക്കെയാണ് മരണത്തെക്കുറിച്ച് അവർ നിരൂപിച്ചതും ഉദാഹരിച്ചതും നമ്മെ പഠിപ്പിച്ചത്. ഇതായിരുന്നു ഒരു ചിന്ത. ഇത് നോക്കൂ, വക്കാനൽ ഹസൻ ബിൻ ഇമ്രാൻ യഖൂലു, മഹാൻ പറയുമായിരുന്നു, അൽ മൗതു അശദ്ദു മിൻ നശിൽ മനാശിർ, വാളുകൊണ്ടിരുന്ന വാളിന്റെ മൂർച്ചയുള്ള മുന, അതിനേക്കാൾ ഗൗരവമാണ് മരണം എന്ന. ഒമെന്തൊബികൾ കദൂർ, നല്ല ചൂടുള്ള തീ, കത്തിക്കൊണ്ടിരിക്കുന്ന തീയിന്റെ മുകളിൽ ചട്ടി വെച്ചു. ആ കൽച്ചട്ടി വെച്ചാൽ എത്ര കണ്ട് ചൂടുണ്ടാകും, അതിനേക്കാൾ പൊള്ളുന്ന ചൂടാണ് മരണം. ഇങ്ങനെയൊക്കെയാണ് അവരുടെ നിരൂപണം. വലു അന്ന അലമ ശഅറത്തിൻ വാഹിദത്തിൻ മിനൽ മയ്യിത്തി, ഒരാൾ മരിച്ചു കഴിഞ്ഞാൽ അയാളെ ദേഹത്തിലുള്ള ഒരു മുടി എടുക്കുക, ആ ഒരു മുടി എങ്ങാനും ഉള്ള വേദന മുലിഅലാഹിരി ദുനിയ, ഈ പ്രപഞ്ചത്തിലുള്ള സകല കോടി ജനങ്ങളുടെ മേലിൽ വെച്ചാൽ ലവജദു മിൻ ദാലിക ലമൻ യുസ്ഇറുഹും അനിൽ അഖിലി വശുർബി,
എന്നാൽ ഈ ലോകത്തുള്ള കോടി ജനങ്ങൾക്ക് മനസ്സിലാകും ആ ഒരു മുടിയുടെ വേദനയിൽ നിന്നെന്ത് അവരെല്ലാവരും തിന്നാൻ കഴിയൂല, കുടിക്കാനും കഴിയൂല. ആ ഒരു അവസ്ഥാവിശേഷം ആ ഒരു വേദനക്കുണ്ട്, ഒരു മുടിയുടെ വേദന. അപ്പൊ എത്ര വേദന ഉണ്ടാവും ഒരാളെ മരിച്ചാൽ എന്ന് മനസ്സിലാക്കാം. ഒരു വീടിന്റെ അരികിൽ കൂടെ മഹാനായ ഹസൻ ഇബ്നു അലി റളിയല്ലാഹു അൻഹു നടന്നുപോയി. നടന്നിട്ട് വഖാല ഹസൻ റളിയല്ലാഹു അൻഹു പറയുകയാണ്, മാലി അറാ ഹാദിഹി ദാറ സാകിതതൻ ബഅദൻ കാനത് നാതിഖതൻ. എന്തോ ഒരു ശബ്ദമുള്ള വീടായിരുന്നു ഇവിടെ. ഈ വീട്ടിൽ എത്ര ആൾ സംസാരിച്ചു കൊണ്ടിരുന്നു. അവരെല്ലാവരും പോയതിന്റെ ശേഷം നിശ്ചലമായി നിശബ്ദമായി നിൽക്കുകയാണ് ഈ വീട്. ഇത് വല്ലാത്തൊരു കാഴ്ചയാണ്, എനിക്കെന്താണ് ഞാൻ കണ്ടുകൊണ്ടിരിക്കുന്നത് എന്ന് മഹാനായ ഹസൻ റളിയല്ലാഹു തആല അൻഹു നിശ്ചലമായി നിൽക്കുന്ന, ശാന്തമായി നിൽക്കുന്ന, മിണ്ടാട്ടമില്ലാത്ത മൗനമായിരിക്കുന്ന വീടിന്റെ അരികെ നടന്നപ്പോൾ പറഞ്ഞതാണ്. അങ്ങനെ ഇരിക്കുമ്പോൾ ബാബി, ഈ വീടിന്റെ ഗേറ്റിന്റെ അപ്പുറത്തുള്ള ഒരു പെണ്ണുണ്ട്. ആ പെണ്ണ് ഹസൻ റളിയല്ലാഹു അൻഹുവിന് പറഞ്ഞു കൊടുക്കുകയാണ് മറുപടി. എന്ത്? അത് ഈ വീട്ടിലുള്ള ആളുകളെല്ലാം അനാഥകളാണ്, അവരെല്ലാവരും വിധവകളാണ്, മാറിയിട്ടുണ്ട്. ഇത് പറഞ്ഞപ്പോ ഹസൻ റളിയല്ലാഹു തആല അൻഹു, മഹാനായ ഹസൻ റളിയല്ലാഹു കരഞ്ഞുപോയി. ഹത്താ ബല്ലല്ലിയതുഹു, മഹാനവളത്താടി നരയുന്നത് വരെ അങ്ങ് കരഞ്ഞു. നോക്കൂ മഹാന്മാരുടെ ചിന്ത. ഖത്താബ് റളിയല്ലാഹു അൻഹു, മഹാനായ ഖത്താബ് റളിയല്ലാഹു തആല അൻഹുവിനെ കുത്തപ്പെടുകയുണ്ടായല്ലോ. പള്ളിയിലേക്ക് വന്നപ്പോ കുത്തി. ഖാലൂലഹു, ഇത് കണ്ടപ്പോൾ കൂടെയുള്ള സ്വഹാബത്തെല്ലാം ഉമർ റളിയല്ലാഹു അൻഹുവിനോട് പറഞ്ഞു, എന്ത്? ഇന്നാലർജു അല്ലാ തമസ്സുകന്നാർ, ഞങ്ങളിതാ കൊതിച്ചുകൊണ്ടിരിക്കുകയാണ്, ആഗ്രഹിക്കുകയാണ് അങ്ങയെ നരകം പിടികൂടാതിരിക്കലിനെ എന്ന് പറഞ്ഞു. ഇത് പറയുമ്പോൾ ആ സമയത്ത് വഖാല ഉമർ റളിയല്ലാഹു തആല അൻഹു പറയുന്നു, വല്ലാഹി, അല്ലാഹുവിനെ തന്നെയാണ് സത്യം, ഇന്നകും ലജാഹിരൂൻ, നിശ്ചയമാണ് നിങ്ങൾ വിവരദോഷികളാണ്. കാരണം എന്താ? ഇന്നീ നിശ്ചയമായിട്ട് ഞാൻ നരകത്തിലെ ഒരുപാട് കരിക്കട്ടകളുണ്ട്, അതിൽപ്പെട്ട ഒരു കറുത്ത കരിയാവാൻ ഞാൻ ആകുമോ എന്നൊരു പേടി എനിക്കുണ്ട്. എന്നിട്ടല്ലേ നരകം സ്പർശിക്കാതിരിക്കാൻ നിങ്ങൾ ആഗ്രഹിക്കുന്നു. വദഖലഅലൈഹി ജമാഅത്തുൻ, ബഹുമാനപ്പെട്ടവർ അല്ലാഹുവിന്റെ അടുത്തൊരാൾ, ഒരു കൂട്ടം വന്നു, ഒരു സംഘം വന്നു. മഹാനവന് കുത്തുകിട്ടി കിടക്കുകയാണ്. ആ സമയത്ത് ഖാലൂലഹു, ഈ സംഘം ഉമർ റളിയല്ലാഹു അൻഹുവിനോട് പറയുകയാണ്, ഇസ്തഖ്ലിഫ് വലദക അബ്ദല്ലാഹ് ബഅദക ഫഇന്നഹു അബ്ദുൻ സ്വാലിഹ്. ഇസ്തഖ്ലിഫ് വലദക അബ്ദല്ലാഹ്, ഉമറേ, തങ്ങൾ മരിക്കാൻ പോവുകയാണ്, തങ്ങൾക്ക് ശേഷം ഒരു ഭരണാധിപൻ ഇവിടെ വേണം. അതുകൊണ്ട് നിങ്ങൾ മരിച്ചാൽ നിങ്ങൾക്ക് ശേഷം നിങ്ങളുടെ മകൻ അബ്ദുള്ളയുണ്ടല്ലോ, ആ അബ്ദുള്ളയാണ് നിങ്ങൾ പ്രതിനിധിയാക്കേണ്ടത്. കാരണം എന്താ? അബ്ദുള്ള എന്ന് പറയുന്ന കുട്ടി സ്വാലിഹായ സന്താനമാണ്. ഇത് പറയുമ്പോൾ ഉമർ റളിയല്ലാഹു തആല അൻഹു, ബഹുമാനപ്പെട്ട ഉമർ റളിയല്ലാഹു തആല അൻഹു പറഞ്ഞു, അമാ യഗ്ഫി മിന്നാൽ ഖിതാബി വാഹിദുൻ യഅതി യൗമൽ ഖിയാമത്തി വയദാഹു മഗ്ലൂലത്താനി ഇലാ ഉർഖിഹി. ഇതാണ് അവസ്ഥ. എന്താണ്? ഖിതാബിന്റെ കുടുംബത്തുനിന്ന് മതിയായിട്ടില്ലേ വാഹിദിന് ഒരാൾ മതിയല്ലോ. അങ്ങനത്തെ ഒരാൾ എത്തി, അദ്ദേഹം വരും യൗമൽ ഖിയാമത്തി, അന്ത്യനാളിൽ, വയദാഹു മഗ്ലൂലത്താനി ഇലാ ഉർഖിഹി, അയാൾ രണ്ട് കരങ്ങള് അതാ പെരടിയിലേക്ക് ബന്ധിപ്പിക്കപ്പെട്ടിരിക്കുകയാണ്. ആ നിലയിൽ അന്ത്യദിനത്തിൽ ഒരാൾ അങ്ങ് വരും. ആ വരുന്നൊരു കുടുംബം അതിൽപ്പെട്ട ഒരാൾ പോരെ, മതിയല്ലോ എന്നാണ് ബഹുമാനപ്പെട്ടവർ റളിയല്ലാഹു പറഞ്ഞു. മകനൊന്നും വേണ്ട, ഞാൻ തന്നെ ഉണ്ടല്ലോ. പോലെ ചിന്ത. നമുക്ക് അധികാരം കിട്ടി, പേടിയുള്ളവരാണ് സ്വർഗത്തിലേക്ക് ടിക്കറ്റ് വരെ എനിക്ക് കൊടുത്തവരെ. പക്ഷേ ഓല ചിന്തകളും മനസ്സുകളും പോയത് എവിടെ നോക്കൂ? ഈമാന്റെ ഗൗരവം. ഇതാണ് നമ്മൾ മനസ്സിലാക്കേണ്ടതും ചിന്തിക്കേണ്ടതും. ഇത് അല്ലാഹു തആല നമുക്ക് ഉപകാരമുള്ള ഇൽമാക്കി തരുമാറാവട്ടെ. അല്ലാഹു ഖൈർ നൽകട്ടെ. ആമീൻ യാ റബ്ബൽ ആലമീൻ.